പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലുള്ള എല്ലാവരും നമ്മുടെ നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിന് പോയിരിക്കുകയാണ്. ആ സമയത്ത് അനാമിക ഓരോ കള്ളം പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. എന്നിട്ട് ജാനകിയുടെ ആ സമയത്ത് പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട്, പിന്നെ പൊതുവേ എനിക്ക് അങ്ങോട്ട് വരുന്നതിൽ താല്പര്യമില്ല, എനിക്ക് ആ വീട് കാണുന്നത് തന്നെ ദേഷ്യമാണ്, എനിക്ക് ഒട്ടും താല്പര്യമില്ല, അമ്മയും എല്ലാവരും പൊയ്ക്കോളൂ, ഞാൻ അതിനൊരു തടസ്സവും നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം, കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് ജാനകിയൊക്കെ മുത്തശ്ശനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അനാമിക എന്തായാലും വരുന്നില്ല എന്നാണ് പറഞ്ഞത്, അവൾക്ക് മറ്റാരെയോ കാണാനുണ്ട്, ഫ്രണ്ട്സിനെയൊക്കെ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് മോള് വരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും നവ്യയുടെ കുഞ്ഞിൻ്റെ ആ ഒരു ചടങ്ങിന് പോയിരിക്കുകയാണ്. അങ്ങനെ പോയ സമയത്തൊക്കെ മുത്തശ്ശൻ ഒരു ആവശ്യത്തിന് ഒരു ഫയലൊക്കെ എടുക്കാനായിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ നേരെ മുറിയിലോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള ഒരു ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്താണ്, അല്ല അനാമിക ഇവിടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് അവളെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ മുറിയിൽ കതകടിച്ച് കിടന്നുറങ്ങുകയാണോ, അല്ലെങ്കിലും പ്രത്യേക ജോലിയൊന്നും ഇല്ലെങ്കിൽ ഒന്നുകിൽ ഫോൺ കണ്ടിരിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക, അതാണല്ലോ അവളുടെ പ്രധാന ഹോബി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് പോയി നോക്കാം, എന്തായാലും ഒരു പെൺകൊച്ചി വീട്ടിൽ ഒറ്റയ്ക്കുള്ളതല്ലേ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം എന്നൊക്കെ കരുതിയിട്ട് മുത്തശ്ശൻ നേരെ മുകളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ കയറി പോകുന്ന സമയത്താണ് അനാമികയുടെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നത്. ആരോ ആയിട്ട് ഫോണിൽ സംസാരിക്കുന്നതായിട്ടാണ് മുത്തശ്ശൻ കേൾക്കുന്നത്. അങ്ങനെ ഇവളെവിടെയാണ്, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, ഇനിയിപ്പം ബാൽക്കണിയിലെങ്ങാനും ഉണ്ടാകുമോ എന്ന് പോയി നോക്കുന്ന സമയത്താണ് മറ്റാരോ ആയിട്ട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നത് മുത്തശ്ശൻ കേൾക്കുന്നത്. ആ സമയത്ത് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട്, അല്ല ഇവൾ ഇത്ര സന്തോഷത്തോടു കൂടെ അതും കൊഞ്ചിക്കുഴഞ്ഞൊക്കെ ആരുമായിട്ടാണ് സംസാരിക്കുന്നത്, ഏതായാലും അനിയായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്, കാരണം എൻ്റെ കൊച്ചുമോൻ ഇപ്പോൾ അകലത്തിലാണല്ലോ കഴിയുന്നത്, അവൻക്ക് അനാമികയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനായിരിക്കില്ല. ഇനി ഈ കൊച്ചിന് വേറെ ആളുകളുമായിട്ട് അടുപ്പമെങ്ങാനും ഉണ്ടോ, എൻ്റെ കൊച്ചുമോനെ ചതിക്കുന്നുണ്ടോ, പിന്നെ അവളെ സംശയിക്കേണ്ടതും തന്നെയാണ്, അങ്ങനെയുള്ള അച്ഛനും അമ്മയുമാണല്ലോ അവളെ വളർത്തിയത്, അതിനെ കൊണ്ട് സംശയിക്കുന്നതും തെറ്റില്ല, എന്താ അവർ സംസാരിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് മുത്തശ്ശൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അനാമിക ഐ ലവ് യു എന്നുള്ളതൊക്കെ പറയുന്നത്. എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ട ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിൻ്റെ കൂടെ വരും, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രണയാർദ്രമായിട്ടാണ് നമ്മുടെ അനാമിക സംസാരിക്കുന്നത്. ഇത് കേട്ടിട്ടാണെങ്കിൽ മുത്തശ്ശൻ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. മുത്തശ്ശന് ദേഷ്യം കണ്ണിൽ ഇരട്ടിച്ച് വരികയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് സത്യമായിരിക്കുന്നത്, ഇവൾ മറ്റാരുമായിട്ട് സംസാരിക്കുകയാണ്, കൊഞ്ചിക്കുഴയുകയാണ്, നമ്മളെല്ലാവരും ഇല്ലാത്ത സമയം നോക്കിയിട്ട്, അനിയും ഒന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഇവൾ ആരോ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഇവൾ ആരോ ആയിട്ട് പ്രണയിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്, എൻ്റെ കൊച്ചുമോനെയും ഞങ്ങളെയും എല്ലാവരെയും ഇവൾ ചതിക്കുകയാണല്ലോ, ഇനി ആ ഒരു പേരുദോഷത്തിൻ്റെ കുറവ് മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വിചാരിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഈ അനന്തപുരി തറവാട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഇതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ, ഇപ്പോഴേ ഇത് എടുത്തു കളഞ്ഞാൽ ഇവളെ ശരിയാക്കാൻ കഴിയുകയുള്ളൂ, ഇനി എന്തായാലും അനിയുമായിട്ട് ഇവൾ മുന്നോട്ട് പോകുന്നതൊന്നും ശരിയല്ല, അത്തരത്തിൽ മോശപ്പെട്ട ഒരു സ്വഭാവക്കാരിയാണ്, കുറേ തെറ്റ് ചെയ്തിട്ടും എല്ലാം ക്ഷമിച്ച് ഞാൻ കണ്ടുനിന്നത് എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയാണെന്ന് കരുതിയിട്ടാണ്, പക്ഷേ ഇപ്പോൾ ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൊച്ചുമോനെ സ്നേഹിക്കുന്നതിന് പകരം മറ്റാരെയോ സ്നേഹിക്കുകയാണ്, അതും എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യ ആയിരിക്കുന്ന ആ ഒരു സമയത്ത്, ഇതെന്തായാലും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ചിന്തിച്ചിട്ട് അനാമികയുടെ അടുത്തോട്ട് പോവുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് എടി വൃത്തികെട്ടവളെ, നീ ആരുമായിട്ടാണ് ഫോണിൽ കൊഞ്ചിക്കുഴയുന്നത്, നിൻ്റെ അച്ഛനും അമ്മയും ഇതാണല്ലേടി നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ മുത്തശ്ശൻ ചൂടായിട്ട് അനാമികയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിയിട്ട് മുഖത്ത് അടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാൾ നീ ഓരോ തെറ്റ് ചെയ്തിട്ടും നിന്നെ ഞാൻ ശിക്ഷിച്ചിട്ടില്ല, പക്ഷേ ഈ ചെയ്യുന്നത് നീ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്, എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് മറ്റാരുമായിട്ട് പ്രണയിക്കുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതുമൊക്കെ ശരിയാണോ, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്,
മുത്തശ്ശൻ കൊച്ചുമകൻ്റെ ഭാഗം മാത്രം ചിന്തിച്ചാൽ പോരാ, എൻ്റെ അവസ്ഥ കൂടെ ചിന്തിക്കണം. കാരണം ഇതുവരെ കൊച്ചുമകൻ എന്നെ സ്നേഹിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുക? അങ്ങനെ പെട്ടുപോയതാണ് മുത്തശ്ശ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് എന്നോട് സംസാരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കണ്ട ചെക്കന്മാരുമായിട്ട് പ്രണയിക്കുകയും ഇങ്ങനെ സല്ലപിക്കുകയുമല്ല ചെയ്യേണ്ടത്. നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോകേണ്ടവളാണ്. അതാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റമുള്ള ഒരു പെൺകുട്ടിയെയും ഇവിടെ ഞാൻ വെച്ച് പൊറിപ്പിക്കാൻ സമ്മതിക്കില്ല. ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സ്നേഹിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അടിയുണ്ടാക്കുന്നെന്ന് കരുതിയിട്ട് മോശത്തരം അതിൻ്റെ ഇടയിലൂടെ ചെയ്യുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അനാമികയുടെ മനസ്സിൽ വളരെയധികം പേടി വരുന്നുണ്ട്. കാരണം താൻ ആഗ്രഹിച്ച കാര്യം ഇവിടെ നിന്ന് നടത്തിയെടുത്തിട്ട് പുറത്തു പോകാൻ പറ്റുകയുള്ളൂ, അത് എന്നാലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ട് മുത്തശ്ശൻ്റെ കാല് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ മുത്തശ്ശനാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ തന്നെ പോവുകയാണ്. ആ തീരുമാനം എന്താണ് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.